ആർത്രൈറ്റിസ് ബാധിച്ച ഒരു രോഗി നമ്മളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അത് എന്ത് തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. അതിനായിട്ട് ഡോക്ടർ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. അവരെ പരിശോധിച്ച് നോക്കിയിട്ട് ചില നിഗമനങ്ങളിൽ എത്തുന്നു. അതിനുശേഷം നമുക്കത് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് പല പല ടെസ്റ്റുകളുണ്ടാവും. ചില ടെസ്റ്റുകൾ നമ്മുടെ രക്തത്തിലുള്ള ആൻറ്റിബോഡീസിൻ്റെ ടെസ്റ്റുകളായിരിക്കും. റുമറ്റോയിഡ് ഫാക്ടർ, CRP, CCP അല്ലെങ്കിൽ ANA എന്നൊക്കെ പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റിങ്ങുകളുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ജോയിൻറ്റിൻ്റെ എക്സ്റേ എടുക്കാം, അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്യാം. വാതരോഗത്തിൽ ഒതുങ്ങുന്നതല്ല അല്ലെങ്കിൽ ആർത്രൈറ്റിസിൽ ഒതുങ്ങുന്നതല്ല റുമറ്റോളജിക്കൽ അസുഖങ്ങൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. ഏതൊക്കെ അവയവങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതിന് അനുസരിച്ചുള്ള കൃത്യമായ ടെസ്റ്റുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. CT സ്കാൻ, MRI സ്കാൻ അല്ലെങ്കിൽ PET സ്കാൻ വരെ നമ്മൾ ചിലപ്പോൾ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്.